ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപനായ ശമൂവേലിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിതമായ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങൾ വ്യക്തമാകുന്നു. അമ്മയായ ഹന്ന പ്രാർത്ഥനയുടെ മറുപടിയായി ലഭിച്ച മകനെ ദൈവസന്നിധിയിൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു. സമപ്രായക്കാരായി പുരോഹിതനായ ഏലിയുടെ പുത്രന്മാർ ദൈവകൽപ്പനകളെ ഉപേക്ഷിച്ച് പാപത്തിലേക്ക് തള്ളപ്പെട്ടു. അവർ ദൈവത്തോടും അവന്റെ പ്രമാണങ്ങളോടും അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു ജീവിച്ച ഒരു ബാലനായിരുന്നു ശമൂവേൽ. ഏലിയുടെയും മക്കളുടെയും ജീവിതത്തിൽ യഹോവയുടെ കോപം ഉണ്ടായപ്പോഴും ദൈവസന്നിധിയിൽ നീതിയോടും നിഷ്കളങ്കതയോടും നിന്ന് ശമൂവേൽ ഇസ്രായേലിന്റെ മികച്ച ന്യായാധിപനായി മാറി. ശമൂവേലിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവശബ്ദം കേൾക്കാനും അതിനോട് അനുസരണയായി ജീവിക്കാനുമുള്ള ആഹ്വാനമാണ്. 1 ശമൂവേൽ 3:19 പറയുന്നത് പോലെ, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ലോകത്തിന്റെ സൗന്ദര്യവും മോഹങ്ങളും പലപ്പോഴും നമ്മെ ആകർഷിക്കുമ്പോഴും ക്രൂശിലെ ആ മഹാത്യാഗത്തിന്റെ കഥ നാം മനസ്സിൽ ഗ്രഹിക്കുമ്പോൾ ഈ ലോകത്തെ ജയിക്കാൻ നമുക്ക് കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.